ഞാൻ തലയൊക്കെ ചീകി പൊട്ടൊക്കെ തൊട്ട് ഒരുങ്ങി എങ്ങോട്ടാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. നേരെ അടുക്കളയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരമാണ്, കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് പതുക്കെ വരുവാണ്. ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്നൊന്ന് കാണാവേ. അപ്പം വരുന്നു, നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് പോകാവേ. എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് വൈകുന്നേരം ഒരു വീഡിയോ എടുക്കാവേ. അപ്പം ഇന്ന് നമുക്ക് ഈവനിങ് വ്ലോഗ് എടുക്കാം. അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് കാണാവേ. പിന്നെ ഇന്ന് ഇപ്പം വൈകിട്ട് നമുക്ക് കഞ്ഞി വെക്കാം. കഞ്ഞിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കഞ്ഞിയുടെ കൂടെ എന്തെങ്കിലും ചെറിയൊരു കറി. 2 ദിവസമായിട്ട് ചിക്കനൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടി ഇന്ന് നമുക്ക് കഞ്ഞിയൊക്കെ വൈകിട്ട്. അപ്പോൾ നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം. നമുക്ക് കഞ്ഞി അടുപ്പത്തിടാം. അതിനായിട്ട് വേണ്ട സ്റ്റീലിൻ്റെ ഒരു ചെരുവുണ്ട്, അതെടുക്കുവാണ്. നേരത്തെ തൊട്ടേ ഉള്ള ചെരുവാണ് ഇത്. ചേട്ടനിവിടെ തന്നെ താമസിച്ചുകൊണ്ട് അപ്പോൾ ചോറൊക്കെ വെച്ചുകൊണ്ടിരുന്ന ചെരുവാണ്. അതിനകത്ത് ഞാൻ ഓർത്ത് ഇന്ന് കഞ്ഞി ഇടാമെന്ന്. വൈകിട്ടത്തേനുള്ളത് മാത്രം വെച്ചാൽ മതിയല്ലോ. അപ്പോഴത്തേണ്ട വെള്ളം അടുപ്പത്തിട്ടിട്ടുണ്ട്, അതൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തിളച്ച് കിട്ടുമല്ലോ. അപ്പോൾ അതിനായിട്ട് എന്നാലും ഞാനൊരു 2-3 മണിക്കൂർ മുമ്പ് ഇതേ മട്ടേരി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അരി വേവുമെന്ന് ഒരു വീഡിയോയ്ക്കകത്തൊക്കെ കണ്ടതുകൊണ്ട് ഞാനൊന്ന് 2-3 മണിക്കൂർ ഒന്ന് ഇട്ട് വെച്ചാണ്. പിന്നെ നമ്മളിതേ ഉണക്കപ്പയറാണ് എടുത്തിരിക്കുന്നത്. വൻപയർ എന്ന് പറയത്തില്ലേ, പയറെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കഴുകിയെടുക്കണം. ഇത് ഒരു തോരനാക്കണം. അപ്പോൾ ഈ അരി ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് കുതിർന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വേകുമെന്ന് പറഞ്ഞ കാരണമാണ്. അതിപ്പോൾ രാവിലത്തേനാണ് വൈകിട്ടേ ഇട്ട് വെച്ചിട്ട് രാവിലെ ഇടുമ്പോഴാണ് പെട്ടെന്ന് വേകുന്നതെന്ന് പറയുന്നത്. ഇതിൽ ഞാൻ 2-3 മണിക്കൂറൊന്ന് ഇട്ട് വെച്ചാണ്. പക്ഷേ വലിയ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും വന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ വൈകിട്ട് ഇട്ട് വെച്ചിട്ട് രാവിലെ ചോറ് വെക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് വെന്ത് കിട്ടുന്നത്. ഇതൊരു 3 മണിക്കൂർ 2-2.5-3 മണിക്കൂർ അടുത്തേ ഞാൻ വെള്ളത്തിലിട്ടുള്ളൂ. പെട്ടെന്ന് നമ്മുടെ ഇതിൻ്റെ തവിടൊക്കെ പോയി കിട്ടും കേട്ടോ, ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ അരിയിട്ടിട്ട് തേണ്ട ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ഇനി അതവിടെ പതുക്കെ കിടന്നൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. കഞ്ഞിയാക്കാനായിട്ടല്ലേ. വെന്ത് വരുമ്പോൾ കുറച്ച് ഉപ്പൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുക്കറിനകത്തോട്ട് നമുക്ക് പയറിട്ട് കൊടുക്കാം. പയറൊരു 1/2 കപ്പ്, 1/4 കപ്പോളം പയറുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ആ സമയത്ത് കഞ്ഞി തിളച്ചിട്ടുണ്ട്, അതൊന്ന് ഞാൻ ആ മൂടിയൊന്ന് മാറ്റി കൊടുക്കുവാണ്. അല്ലെങ്കിൽ ആ സ്റ്റൗവിലെല്ലാം മൊത്തം തിളച്ച് അടി വീണ് നാശമാവും. അതുകൊണ്ട് ഞാനത് കുറച്ചൊന്ന് തുറന്ന് വെച്ചിട്ട് തീരെ കുറച്ച് വെക്കുവാണേ. ഇനി നമുക്ക് ഒരു ചമ്മന്തി അരയ്ക്കണം. തേങ്ങാ ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഉണക്കമുളകാണേ, ഒരു 5-6 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അത് കോരിക്കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇഞ്ചിയും കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വരുന്ന സമയത്ത് 1/4 ഭാഗം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അതുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 മുറിയോളം എടുത്തിട്ടില്ല, അതിൽ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. ഒരു 2-2.5-3 കൈപ്പിടിയോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വാളംപുളിയില്ലേ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ടല്ല, ചമ്മന്തി അരയ്ക്കുന്ന അരവ് അറിയാമല്ലോ, അതൊന്ന് ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് അരച്ചതിന് ശേഷം. പിന്നെ നമുക്കിത് തോരനുള്ള പച്ചമുളകും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ജീരകവും ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടി ഇട്ടൊന്ന് കൃഷി ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതൊന്ന് മാറ്റി വെക്കാം. കാരണം മിക്സി എടുത്ത് വെക്കുന്നതിന് മുമ്പ് 2 പരിപാടി ഞാൻ പെട്ടെന്ന് തീർത്ത് വെച്ചു. അതിന് ശേഷം വേണ്ട കടുക് വറക്കുവാണെങ്കിൽ നമ്മുടെ പയർ തോരൻ വെക്കാനായിട്ട്. അപ്പോൾ പയർ തോരൻ വെക്കുമ്പോഴത്തേന് അതിലേക്ക് ഞാൻ കടുകും കറിവേപ്പിലയും ചേർത്തിട്ട് നമ്മുടെ പയറിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് വെന്ത് പോയിട്ടില്ല നമ്മുടെ പയർ. ഇച്ചിരിയും കൂടെ ഒരു വേവുവാണെങ്കിൽ നല്ലതാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഓർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമ്മുടെ അരപ്പിൻ്റെ പച്ചച്ചുവയും മാറി ആവിയൊക്കെ കയറി വരുമല്ലോ, അത് മൂടി വെച്ച് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഞ്ഞി കുടിക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നല്ല ചൂട് കഞ്ഞിയാണ്, കുറച്ച് ഒരു 3-4 തവി എടുക്കുന്നുണ്ട്. കഴിക്കാനുള്ള കൊതി കൂടുതൽ കൊണ്ട് നമ്മൾ കുറച്ചേറെ കഞ്ഞി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ പയറുതോരൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതായിട്ട് പയറുതോരനായി വന്നിട്ടുണ്ട്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തേങ്ങാച്ചമ്മന്തി അരച്ചില്ലേ, അതും കൂടെ കുറച്ച് വെച്ച് കൊടുക്കാവേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നെല്ലിക്കാച്ചാർ ഇട്ടതുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള നെല്ലിക്കാച്ചാർ, അടിപൊളിയായിട്ട് വന്നിട്ടുള്ള നെല്ലിക്കാച്ചാർ വെച്ച് എടുത്തിട്ടുണ്ട്. ഒരു പപ്പടവും കൂടെ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്.
കുറച്ച് ദിവസത്തിന് ശേഷം തന്നെ കഞ്ഞിയും പയറും ചമ്മന്തിയും അച്ചാറും എല്ലാം കൂട്ടി കഴിക്കാൻ പോവാണ്. രാത്രിയിൽ കഞ്ഞിയാണ് ഏറ്റവും നല്ല കഴിക്കാനും അതുപോലെ ഉറങ്ങാനും സുഖം കഞ്ഞി കുടിച്ചിട്ടാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെന്താണ്, അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.